ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അക്രഡിറ്റേഷൻ നിർബന്ധമാക്കി സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മരണസ്ഥലത്ത് പോലും മര്യാദ ലംഘിച്ച് ദൃശ്യം എടുക്കുന്ന യൂട്യൂബ് ചാനലുകളെ സിനിമാ പ്രൊമോഷനുകളെ നിയന്ത്രിക്കണം എന്നാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ഈ തീരുമാനത്തെക്കുറിച്ചാണ് RR ടോക്സ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ പുകഴ്ത്തുന്നവൻ രാമനും ഇകഴ്ത്തുന്നവൻ രാവണനും എന്നതാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നിലപാട്. ഒരു സംശയവുമില്ലാതെ പറയാം. കാരണം റിവ്യൂകൾ നടത്തി സിനിമകളെ നശിപ്പിക്കുന്നു എന്ന ആരോപണം ഇവർ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. മരണസ്ഥലത്ത് പോലും മര്യാദ ലംഘിക്കുന്ന യൂട്യൂബ് ചാനലുകാർ എന്ന പ്രയോഗത്തെ ഒരു പരിധിവരെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴും യൂട്യൂബ് ചാനലുകാർ മൊബൈലും എടുത്തുകൊണ്ട് യാതൊരു മര്യാദകളുമില്ലാതെ ആളുകളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നു എന്നത് സത്യം തന്നെയാണ്. എന്നാൽ ഒരു ഫിലിം പ്രൊമോഷനെ യൂട്യൂബ് ചാനലുകാരെ നിയന്ത്രിക്കുന്നത് കൊണ്ട് നഷ്ടം ഫിലിം പ്രൊഡ്യൂസേഴ്സിനും നടന്മാർക്കും സിനിമാ മേഖലയ്ക്കുമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ ഈ അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂട്യൂബ് ചാനലുകാർ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ അക്രഡിറ്റേഷൻ നേടിക്കഴിഞ്ഞാൽ അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളെ കടിഞ്ഞാണിടാം എന്നൊരു ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ. നെഗറ്റീവ് റിവ്യൂകൾ അവസാനിപ്പിക്കണം എന്ന ആവശ്യത്തോട് അംഗീകരിക്കാത്ത യൂട്യൂബർമാർക്കുള്ള ഒരു പണി തന്നെയാണിത്, സംശയമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും രസകരമായ വസ്തുത, ഈ യൂട്യൂബർമാർ സ്വകാര്യതയെ മാനിക്കുന്നില്ല എന്നെല്ലാം പറയുന്നെങ്കിലും നമ്മളെല്ലാവരും തന്നെ ഈ യൂട്യൂബ് ചാനലുകളെല്ലാം കാണുന്നുണ്ട്, എല്ലാം ആസ്വദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് കമൻ്റ് ഇടുന്നത്. ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന പല വാർത്തകളും പുറത്തു കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള യൂട്യൂബർമാരാണ്. അവർ വളരെ കഷ്ടപ്പെട്ട് പുറത്തു കൊണ്ടുവരുന്ന പല വാർത്തകളും ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടുന്നു. അതിനുശേഷം മാത്രം മുഖ്യധാരാ മാധ്യമങ്ങൾ വരുന്നു. ഇതിനു മുമ്പ് മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ മാത്രം വിഴുങ്ങേണ്ട ഗതികേടുണ്ടായിരുന്ന സാധാരണ ജനത്തിന് ഇന്ന് വാർത്തകളിലേക്ക് കൂടുതൽ ആക്സസ് ലഭിക്കുന്നത് യൂട്യൂബർമാർ കാരണമാണ്. ഏതൊരു സിസ്റ്റത്തിനും അതിൻ്റേതായ നേട്ടങ്ങളുമുണ്ട്, കോട്ടങ്ങളുമുണ്ട്. അത് തികച്ചും സ്വാഭാവികമായ വളരെ നാച്ചുറലായ ഒരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ്. ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന മാത്രമാണോ? അവിടെ പോരായ്മകളില്ലേ? തീർച്ചയായും പോരായ്മകളുണ്ട്. RR ടോക്സിൻ്റെ അഭിപ്രായത്തിൽ സിനിമകൾക്ക് നെഗറ്റീവ് റിവ്യൂ ഇടുന്നത് ഒഴിവാക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അക്രഡിറ്റേഷൻ നിലവിൽ വന്നത് എന്ന് തന്നെയാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഒരു നല്ല സിനിമകളും നെഗറ്റീവ് റിവ്യൂ കാരണം പരാജയപ്പെട്ടിട്ടില്ല. പക്ഷേ നിലവാരമില്ലാത്ത പടങ്ങൾ പലതും റിവ്യൂ കാരണം വിജയിച്ചിട്ടുമുണ്ട്. RR ടോക്സ് തൻ്റെ പ്രേക്ഷകരോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ് ഇവിടെയുള്ളത്. ഈ തീരുമാനം കൊണ്ട് സിനിമാ മേഖലയ്ക്ക് നഷ്ടമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടമുണ്ടോ? സാധാരണക്കാരായ സിനിമാ പ്രേമികൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം സംഭവിക്കാനുണ്ടോ? RR ടോക്സിൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.